പി വി അൻവർ എംഎൽഎയുടെ വാർത്താ സമ്മേളനം അവസാനിച്ചിരിക്കുന്നു. 4:30 തുടങ്ങിയ വാർത്താ സമ്മേളനം 2 മണിക്കൂർ നീണ്ട വാർത്താ സമ്മേളനത്തിൽ എല്ലാ കാര്യങ്ങളും അദ്ദേഹം വിശദീകരിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുമായി ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. രൂക്ഷമായ വിമർശനങ്ങൾ, അതിരൂക്ഷമായ വിമർശനങ്ങളാണ് മുഖ്യമന്ത്രിക്കെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസിൽ തനിക്കെതിരെ ആരോപണങ്ങളുടെ കുന്തമുനയിത മുഖ്യമന്ത്രിക്കെതിരെ പി വി അൻവർ അതിരൂക്ഷമായ വിമർശനമാണ് തന്റെ ഓരോ വാക്കുകളിലും നിരത്തിയത്. ADGP കൊടുക്കുന്ന വാറോല വായിക്കേണ്ട ഗതികേടിലേക്ക് മുഖ്യമന്ത്രി എത്തിയോ എന്ന് അദ്ദേഹവും പാർട്ടിയും പരിശോധിക്കണമെന്നതടക്കമുള്ള വിമർശനങ്ങളാണ് പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തെളിവുകൾ അടക്കമുള്ള വീഡിയോകൾ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു അൻവറിന്റെ വിമർശനം. പത്രസമ്മേളന സ്ഥലത്ത് നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്ന മോണിറ്ററിൽ ആ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചായിരുന്നു അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനം ആരംഭിച്ചത്. ആരോപണങ്ങളിൽ നടപടിയില്ലാതെ വന്നപ്പോൾ തനിക്കൊരു ഡിറ്റക്റ്റീവ് ആകേണ്ടി വന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് അൻവർ തുടങ്ങിയത്. സ്വന്തം അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങളും അതിന് തെളിവായിട്ടുള്ള വീഡിയോകളടക്കം അദ്ദേഹം പുറത്തുവിട്ടു. വിമാനത്താവളം വഴി കൊണ്ടുവരുന്ന സ്വർണം പിടിച്ചെടുക്കുന്ന പോലീസ് അതിൽ നിന്ന് എടുത്ത ശേഷം കുറഞ്ഞ അളവിലുള്ള സ്വർണം മാത്രമാണ് കോടതിയിലും കസ്റ്റംസിന് മുന്നിലും സമർപ്പിക്കുന്നതെന്ന് പി വി അൻവർ വീണ്ടും ആരോപിച്ചു. ഇത്തരത്തിൽ 2 കേസുകളിൽ ഉൾപ്പെട്ടവരുമായി സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പി വി അൻവർ ആദ്യം തുടക്കഘട്ടത്തിൽ പ്രദർശിപ്പിച്ചത്. അദ്ദേഹം അതിരൂക്ഷമായ വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കുന്നു. ADGPയെ സംരക്ഷിക്കുന്നത് റിയാസിന് വേണ്ടി എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ഇടയ്ക്ക് പറഞ്ഞിരുന്നു. ഒപ്പം പൂരം കലക്കാൻ നിർദ്ദേശം നൽകിയത് ആരെ സഹായിക്കാനാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അങ്ങനെ അതിരൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിക്ക് നേരെ നീളുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യാൻ അർഹതയില്ലെന്ന് പി വി അൻവർ MLA. കേരളത്തിലെ അവസാന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയാകും പിണറായി വിജയൻ. മുഖ്യമന്ത്രി തന്നെ ചതിച്ചു, തന്നെ സ്വർണ്ണക്കടത്ത് സംഘത്തിന്റെ ആളാക്കി ചിത്രീകരിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചു. ADGP MR അജിത് കുമാർ എഴുതി കൊടുത്തതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കത്തിജ്വലിച്ചു നിന്ന സൂര്യനായിരുന്നു പിണറായി വിജയൻ. ഇപ്പോൾ ആ സൂര്യൻ കെട്ടുപോയെന്നും പി വി അൻവർ പറഞ്ഞു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം ആഭ്യന്തര വകുപ്പ് വഹിക്കാനുള്ള യാതൊരു അർഹതയില്ല, ഒരർഹതയില്ല. അദ്ദേഹം ആ കാര്യത്തിൽ അമ്പേ പരാജയമാണ്. 2021 ഈ ഗവൺമെൻറ് 2ാമത്തെ അധികാരത്തിൽ വരുന്നത് CMന്റെ വ്യക്തിപ്രഭാവം കൊണ്ട്, പ്രവർത്തനം കൊണ്ടാണ്. ഞാനടക്കം CMന്റെ വോട്ടിലാണ് ജയിച്ചതെന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. CM നിങ്ങൾ കേരളത്തിലെ കത്തിജ്വലിച്ചിരിക്കുന്ന ഒരു സൂര്യനായിരുന്നു. അത്ര ഇഷ്ടമായിരുന്നു ജനങ്ങൾക്ക്. പക്ഷെ CM അറിയില്ല, ആ സൂര്യൻ കെട്ടുപോയിട്ടുണ്ട്. ആ സൂര്യൻ കെട്ടുപോയി. കേരളീയ പൊതുസമൂഹത്തിൽ ഞാൻ പറയാണ് ആത്മാർത്ഥമായിട്ട്, നെഞ്ച് തട്ടിയിട്ട് ഞാൻ പറയുന്നത്, ആ CMന്റെ ഗ്രാഫ് ആ 100-ൽ നിന്ന് 0-ലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നാട്ടിൽ നടക്കുന്നത് CM അറിയില്ല. CM ആ 0-ൽ നിന്ന് അത് തിരിച്ചു കയറിയിട്ടുണ്ട്. CM 25-30% കേരളത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും CMനോട് വെറുപ്പാണ്. ശശി ഇരിക്കുന്ന ആ ക്യാബിനപ്പുറത്താണ്. ഇതിന് മുഴുവൻ കാരണക്കാരൻ അവനാണ് CM ഇനി അവനെ വിശ്വസിക്കാൻ ഞാൻ പറയാണ്. തിരുവനന്തപുരത്ത് സെയ്ഫ് സൈലാദ്ദീൻ ചേരുകയാണ്. സെയ്ഫ്, തുറന്ന യുദ്ധം തുടങ്ങിയല്ലേ? യുദ്ധമെന്ന വാക്ക് പോരാ എന്ന് തോന്നുന്നു രേഷ്മ അതിനെ വിശേഷിപ്പിക്കാൻ. സമീപകാലത്തൊന്നും ഒരു ഇടതുപക്ഷ MLA കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ പാർലമെന്ററി പാർട്ടി ലീഡറിനെതിരെ ഒരു MLAയും പറയാത്ത തരത്തിലുള്ള വാചകങ്ങൾ, അല്ലെങ്കിൽ പിണറായി വിജയനെതിരെ ഒരു നേതാവും പറയാൻ ധൈര്യപ്പെടാത്ത വാക്കുകൾ. CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട് 17 വർഷം ഇരുന്നയാളാണ് പിണറായി വിജയൻ. അതിനുശേഷം 8.5 വർഷം മുഖ്യമന്ത്രിയായി ഇരുന്നു. ഇതിനിടയിൽ ഒരു യുദ്ധം മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ, VS പിണറായി യുദ്ധം. ആ യുദ്ധത്തിലും വാക്കുകൾ കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 വാക്കുകൾ കൊണ്ട് നേരിടുന്ന VSനെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. തിരിച്ച് 1-2 വാക്കുകൾ കൊണ്ട് നേരിടുന്ന പിണറായി വിജയനെയും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് സമീപകാലത്തൊന്നും സമാനതകളില്ലാത്തൊരു വാർത്താ സമ്മേളനമായി തന്നെ നമുക്കിതിനെ കാണേണ്ടിയിരിക്കുന്നു. ഒരു മുഖ്യമന്ത്രിക്കെതിരെ, ഒരു പാർലമെന്ററി പാർട്ടി ലീഡറിനെതിരെ എന്തൊക്കെ പറയാൻ കഴിയുമോ അതെല്ലാം പറയുക എന്ന രീതിയാണ് അൻവർ ഇവിടെ എടുത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അൻവറിന് ഇനി LDFന്റെ പാർലമെന്ററി പാർട്ടിയിൽ തുടരാൻ കഴിയില്ല എന്നൊരു വസ്തുത നിലനിൽക്കുന്നു. അത് ഏതാണ്ട് ഒരു തെളിഞ്ഞ അവസ്ഥയിൽ തന്നെയാണ് അൻവർ അത് പറഞ്ഞു വെക്കുന്നത്. പക്ഷേ അൻവറിനെതിരെ നടപടിയെടുക്കേണ്ട അവസ്ഥയിലേക്ക് CPM നേതൃത്വത്തെ കൊണ്ടെത്തിക്കുന്ന തരത്തിലാണ് ആ വാർത്താ സമ്മേളനം. ഏതാണ്ട് 1.5 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന ആ വാർത്താ സമ്മേളനം നമ്മൾ കണ്ട് അവസാനിപ്പിക്കുന്നത്. ഇത് മൊത്തത്തിൽ കേട്ടിട്ട് സാധാരണഗതിയിൽ ഒരു പത്രസമ്മേളനം കഴിഞ്ഞ് നമ്മൾ ആദ്യം
വാർത്തയുടെ ലീഡ് എന്താണ് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലേക്ക് വരും. പക്ഷേ അൻവറിന്റെ വാർത്താ സമ്മേളനത്തിൽ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ ലീഡായി നമുക്ക് കാണേണ്ടിയിരിക്കുന്നു. അങ്ങനെ അതിഗുരുതരമായ സ്വഭാവത്തിലുള്ള വിമർശനങ്ങൾ മുഖ്യമന്ത്രിയെ ലക്ഷ്യം വെച്ച് മാത്രമാണ് അൻവർ ഈ വാർത്താ സമ്മേളനം നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. LDFന്റെ ഒരു MLA പറയുകയാണ് ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് പിണറായി വിജയൻ പൂർണ്ണ പരാജയമാണെന്ന് പറയുകയാണ്. അതുപോലെ തന്നെ ഒരു മരുമകൻ മാത്രം മതിയോ പാർട്ടിയിൽ എന്ന് ചോദിച്ച് പ്രതിപക്ഷം ഉന്നയിക്കുന്ന വിമർശനങ്ങൾ അതിനെ ആ സ്വഭാവത്തിൽ ഏറ്റെടുക്കുന്നു. ഒരു കാര്യം കൂടി പറയാം, പ്രതിപക്ഷം പോലും പറയാത്ത തരത്തിലാണ് ഭരണപക്ഷത്തെ ഒരു MLA മുഖ്യമന്ത്രി പിണറായി വിജയനെ നിർത്തിപ്പൊരിച്ചിരിക്കുന്നത്. പിണറായി റോസ്റ്റ് അല്ലെങ്കിൽ അൻവർ റോസ്റ്റിംഗ് എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ വിമർശന സ്വഭാവത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ഇത് ഇത്രയും പറയുന്ന അൻവറിന് എന്തായാലും പാർലമെന്ററി പാർട്ടിയിൽ LDFന്റെ പാർലമെന്ററി പാർട്ടിയിൽ തുടരാൻ കഴിയില്ല എന്ന ഒരു വസ്തുത, അത് ഒരു സംശയങ്ങൾക്ക് ഇട നൽകാതെയുള്ള വസ്തുതയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അൻവർ തന്നെ അത് പറയാതെ പറഞ്ഞു വെക്കുന്നുണ്ട്. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ താൻ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതേസമയം തന്നെ MLA സ്ഥാനം താൻ രാജിവെക്കുകയും ഇല്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പറഞ്ഞു വെച്ചതിൻ്റെ അർത്ഥം അദ്ദേഹം ഇനി LDFുമായി ചേർന്ന് പ്രവർത്തിക്കില്ല എന്ന് തന്നെയാണ്. ഇനി മുഖ്യമന്ത്രിയുടെ മറുപടിയാണ് ഇതിന് വരേണ്ടത്. പ്രതിപക്ഷത്തെ മുഖ്യമന്ത്രി നേരിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അൻവറിന് 1 മണിക്കൂർ 40 മിനിറ്റ് എടുത്ത് നേരിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ അൻവർ ഇപ്പോൾ ഉന്നയിച്ചു വെച്ചിരിക്കുന്ന ഈ കാര്യങ്ങളോട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമീപനം എന്തായിരിക്കും എന്നുള്ളത് നോക്കിക്കാണേണ്ടത് തന്നെയാണ്. പാർട്ടി നേതൃത്വത്തെ ഇടയ്ക്ക് വല്ലപ്പോഴും വിമർശിക്കുന്ന അൻവറിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അത് വലിയ ഗൗരവ സ്വഭാവത്തിലുള്ള അല്ലെങ്കിൽ അതീവ ഗൗരവ സ്വഭാവത്തിലുള്ള കാര്യങ്ങളായി നമുക്കതിനെ കാണാനും കഴിയുന്നില്ല. നിസ്സഹായാവസ്ഥ, നിവൃത്തിയില്ലാതെയാണ് MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടി നേതൃത്വത്തിന്റെ ഒരു നിസ്സഹായാവസ്ഥ അവിടെ പറയുന്നുണ്ട്. അതിനൊപ്പം തന്നെയാണ് അൻവർ പറയുന്ന മറ്റൊരു കാര്യം, ഈ കാര്യങ്ങളെല്ലാം ഭരിക്കുന്നത്, അത് സർക്കാരായാലും പാർട്ടി ആയാലും ഇതിന്റെ എല്ലാം തലപ്പത്തിരുന്നു കൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് പിണറായി വിജയനാണ് എന്ന് ഭരണപക്ഷത്തെ ഒരു MLA തുറന്നടിക്കുന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ കാണാൻ കഴിയുന്നത്. റിയാസുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ അത് പൊതുവിമർശന സ്വഭാവത്തിൽ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും ഒരു സമ്മേളന ഐറ്റം എന്ന രീതിയിൽ നമുക്ക് അതിനെ വ്യാഖ്യാനിച്ചെടുക്കാൻ കഴിയും. സമ്മേളനങ്ങളിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന വിമർശനങ്ങൾ, അൻവർ ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും പാർട്ടി സമ്മേളനങ്ങളിലേക്ക് വരും. അൻവറിനെ എല്ലാ പാർട്ടി അംഗങ്ങളും തള്ളിപ്പറയും എന്ന് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നില്ല. പക്ഷേ പാർട്ടി നേതൃത്വത്തിന് തള്ളിപ്പറയാതിരിക്കാൻ കഴിയാത്ത തരത്തിലുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ അൻവർ ഉന്നയിച്ചിരിക്കുന്നത്. ദൂരവ്യാപക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന രാഷ്ട്രീയ ബോംബായി അൻവറിന്റെ